കേസുകളിൽ ചില വ്യക്തികൾ രണ്ട് ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ശരിക്കും സത്യത്തിൽ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും മാരീഡ് ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു എക്സ് ലവർ ഉണ്ടായിരിക്കെ തന്നെ വേറെ വിവാഹം കഴിക്കുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ എക്സ് ലവറേയും അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് തൻ്റെ കൂടെ നിൽക്കുന്ന വൈഫിനെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ചില കേസുകളിൽ കാണുന്നത്. രണ്ടുപേരെയും തള്ളാൻ കഴിയാത്തൊരവസ്ഥ, രണ്ടുപേരെയും അതിതീവ്രമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എക്സ് ലവറോട് ഒരുപാട് രഹസ്യങ്ങളെ ഹൈഡ് ചെയ്യുകയും യാതൊരു കാര്യങ്ങൾ ഓപ്പണായി പറയുകയും ചെയ്യില്ല. കാരണം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള അകാരണമായിട്ടുള്ള ഭയം അയാൾക്കുണ്ട്. ഒരു വിധത്തിലും എക്സ് ലവറെ ഉപേക്ഷിക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ എക്സിസ്റ്റിംഗ് വൈഫ്, കൂടെയുള്ള വൈഫിനെ ഉപേക്ഷിക്കാനും അയാൾ തയ്യാറല്ല എന്നുള്ളതാണ്. തൻ്റെ ലവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചില എക്സ് ലവേഴ്സ് അവരെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാം പുറത്ത് ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് അവരെ സ്വീകരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് ചില എക്സ് ലവേഴ്സ് ചെയ്യുന്നത്, അവർ താൻ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് കുറച്ചുകൂടി നോളജ് ഉള്ളത് കൊണ്ട് അവർ ഈ തിരിച്ചു വരുന്ന വ്യക്തിക്ക് പിന്നീട് ഒരു കാലത്ത് തൻ്റെ കൂടെ ജീവിക്കുമ്പോൾ വീർപ്പുമുട്ടലുകൾ അനുഭവിക്കുമെന്നും അവർ തൻ്റെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുമെന്നുള്ളതും അവർ തിരിച്ചു പോകുമെന്നുള്ളത് ഡെഫിനിറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും സ്വീകരിക്കില്ല എന്നുള്ളതുമാണ്. അപ്പോൾ ഈ രണ്ട് ബന്ധങ്ങൾ ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ എക്സ് ലവറോട് തനിക്ക് ഇഷ്ടമല്ല എന്നും ഇനി സ്വീകരിക്കാൻ കഴിയില്ല എന്നും എന്നെ വെയിറ്റ് ചെയ്യണ്ട എന്നും തുറന്നു പറയുകയില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ തുറന്നു പറഞ്ഞാൽ തൻ്റെ എക്സ് ലവർ നഷ്ടപ്പെടുമോ എന്നുള്ള അതിതീവ്രമായിട്ടുള്ള പെയിൻ അയാളുടെ മനസ്സിലുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അയാളത് തുറന്നു പറയാൻ തയ്യാറല്ല. പകരം സൈലൻ്റായിട്ടിരുന്നു കൊണ്ട് രണ്ട് ബന്ധങ്ങളെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്റ്റോറീസിന് ഒരു ട്വിസ്റ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും എക്സ് ലവർ ആയിരുന്ന വ്യക്തി മാരീഡ് ആകണം എന്നുള്ളതാണ്. അവർ മാരീഡായി അവരുടെ ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു മാർഗം എന്നുള്ളതാണ്. കാരണം വേറൊരു വ്യക്തിയുടെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയെ ജീവിച്ച് എല്ലാവിധത്തിലുള്ള ജീവിത പരിജ്ഞാനവും നേടി കഴിഞ്ഞ് തൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയെ തീർച്ചയായും തന്നെ ഒരു തേർഡ് പേഴ്സണായിട്ട് കണക്കാക്കുമെന്നും താൻ അവിടെ അവഗണിക്കപ്പെടുകയാണ് എന്നും മനസ്സിലാക്കുവാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും രണ്ട് ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക തലമാണെന്നും അത് സ്വീകരിച്ചാൽ തനിക്ക് എപ്പോഴും പെയിൻ ആയിരിക്കും, ഓൾ ഓവർ ജീവിതത്തിൽ പെയിൻ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.